നേട്ടമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിച്ചിരിക്കുന്നത്. ജനുവരിയിൽ കൈകാര്യം ചെയ്ത 1.23 ലക്ഷം TEU കണ്ടെയ്നറുകൾ പ്രതിമാസ കണക്കിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. കണ്ടെയ്നറുകളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയുള്ള ആഗോള റാങ്കിങ്ങിൽ വിഴിഞ്ഞം 83-ാം സ്ഥാനത്തേക്കും മുന്നേറിയിട്ടുണ്ട്. ഒരു റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായ വിഴിഞ്ഞം ഓരോ ദിവസവും പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തോടടുക്കുമ്പോൾ തന്നെ പ്രതിമാസ റെക്കോർഡുകൾ ഓരോന്നും മറികടന്നാണ് വിഴിഞ്ഞത്തിന്റെ മുന്നേറ്റം. കഴിഞ്ഞ മാസം 62 കപ്പലുകളിലൂടെ 1.23 ലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് പ്രതിമാസ കണക്കിൽ ഒന്നാമതെത്തി. മണിക്കൂറിൽ 30.12 കണ്ടെയ്നറുകൾ എന്ന ഏറ്റവും ഉയർന്ന ഗ്രോസ് ക്രെയിൻ നിരക്കും വിഴിഞ്ഞം കൈവരിച്ചു. രാജ്യാന്തര തലത്തിൽ തന്നെ GCR 30 മുകളിൽ എത്തുന്നത് മികച്ച നേട്ടമായാണ് കണക്കാക്കുന്നത്. തുറമുഖത്തിന്റെ ഉത്പാദനക്ഷമതയിൽ കുത്തനെയുള്ള പുരോഗതിയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുവരെ 740 കപ്പലുകളും 15.70 ലക്ഷം TEU ചരക്കും വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ദക്ഷിണേഷ്യയിലെ ചുരുക്കം തുറമുഖങ്ങളിൽ ഒന്നായ വിഴിഞ്ഞം വനിതാ ഓട്ടോമേറ്റഡ് ക്രെയിൻ ഓപ്പറേറ്റർമാരെ വിന്യസിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം കൂടിയാണ്. 2ാം ഘട്ടത്തിൽ തുറമുഖ വികസനത്തിനായി അദാനി ഗ്രൂപ്പ് 16,000 കോടിയാണ് നിക്ഷേപിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കണ്ടെയ്നർ ബെർത്തിന്റെ നീളം 800-ൽ നിന്ന് 2,000 മീറ്ററായും ബ്രേക്ക് വാട്ടർ നീളം 3,900 മീറ്ററായും വർദ്ധിപ്പിക്കും. 2045-ൽ പൂർത്തിയാക്കേണ്ട പദ്ധതിയാണ് 2028ഓടെ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. പൂർണ്ണമായി വികസിപ്പിച്ചു കഴിഞ്ഞാൽ 2029ഓടെ വിഴിഞ്ഞത്തിന്റെ ശേഷി 1 ദശലക്ഷം TEU-വിൽ നിന്ന് 5.7 ദശലക്ഷം TEU ആയി ഉയരുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.